ഈ ബജറ്റ് പ്രഖ്യാപനത്തിൽ ജീവനക്കാർ സന്തോഷിച്ച ഒരു പാരഗ്രാഫുണ്ട്. അത് 11-ാമത്തെ പേജിൽ 28-ാമത്തെ ക്ലോസ്. അത് വായിച്ചാൽ, സാർ, അതാണ് കടുത്ത കേന്ദ്ര അവഗണനയ്ക്കിടയിലും നമ്മെ പിടിച്ചു നിൽക്കുവാൻ സഹായിച്ചത്. അതായിരുന്നു ധനമന്ത്രിയുടെ കയ്യിലെ മാന്ത്രിക ദണ്ട്. അധികമായി പിരിച്ചെടുത്ത തനത് നികുതിതര വരുമാനം ഈ അവസരത്തിൽ ഈ നേട്ടം സാധ്യമാക്കിയ സർക്കാർ ഉദ്യോഗസ്ഥരെയും സർവോപരി നികുതിദായരെയും അഭിനന്ദിക്കുകയാണ്. അവരോടുള്ള സർക്കാരിൻ്റെ കടപ്പാട് അറിയിക്കുവാനും ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതിൽ ഞങ്ങളേറെ സന്തോഷിക്കുന്നു. കേരളത്തിലെ സർക്കാർ ജീവനക്കാരനെ, സിവിൽ സർവീസിനെ മന്ത്രി അംഗീകരിച്ചതിലുള്ള നന്ദി ആദ്യമായി അറിയിച്ചുകൊണ്ട് തൊട്ടടുത്ത ക്ലോസോട് വായിക്കുകയാണ്. അതിൽ പറയുന്നു, ഇങ്ങനെ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് സഹായിച്ച നികുതിദായകർക്ക് ആദരം നൽകുന്നതിനായി 5 കോടി രൂപ ബജറ്റിൽ നീക്കിവെക്കുകയാണ്. പക്ഷേ ഇത്രയും വലിയ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുവാൻ നികുതി വരുമാനവും നികുതി ഇതര വരുമാനവും സർക്കാരിന് കളക്ട് ചെയ്ത് കൊടുത്ത സർക്കാർ ജീവനക്കാർക്ക് 5 കോടിക്ക് തുല്യമായ വാഗ്ദാനങ്ങൾ മാത്രമാണ് ഈ സർക്കാർ നൽകിയിട്ടുള്ളത് ഈ ബജറ്റിലൂടെ. അതാണ് ഞങ്ങൾക്ക് ആദ്യമായി പറയാനുള്ള കാര്യം അതാണ്. ഞാനിത് ഓർമ്മപ്പെടുത്താം. ഒരു നാട്ടിലൊക്കെ പറഞ്ഞു കേൾക്കുന്ന ഒരു കഥ ഞാൻ ഓർമ്മപ്പെടുത്താം. നിഷാദിനറിയാം, നിഷാദിൻ്റെ കൂടെ നാട്ടിലൊക്കെ പറയുന്നൊരു കഥയാണ്. അവിടെ മുൻകാലങ്ങളിലെ വിവാഹാലോചനകൾ നടക്കുമ്പോൾ 2 കുടുംബങ്ങൾ തമ്മിൽ ചേർന്നാണല്ലോ വിവാഹാലോചന നടക്കുക. വിവാഹ നിശ്ചയം നടക്കുന്ന സമയത്ത് ഈ വധുവിൻ്റെ വീട്ടിലെയും വരൻ്റെ വീട്ടിലെയും പ്രായമുള്ള ആൾക്കാർ അവർ ചേർന്നിട്ടാണല്ലോ ഇത് സംസാരിച്ച് തീരുമാനമാക്കുക. അങ്ങനെ സംസാരിച്ച് തീരുമാനമാക്കുമ്പോൾ ഈ ഡൗറി വലിയൊരു ഘടകമാണ് നമ്മുടെ നാട്ടിലെ വിവാഹങ്ങളെന്നറിയാം. അപ്പോൾ വരൻ്റെ വീട്ടുകാർ നിങ്ങൾ എന്ത് നൽകുമെന്ന് ചോദിക്കുമ്പോൾ വധുവിൻ്റെ വീട്ടിലെ കാരണവർ ആ നിശ്ചയ ചടങ്ങിൽ വെച്ച് പറയാറുണ്ട്, ഞങ്ങൾ 100 പവൻ സ്വർണം തരും, ഞങ്ങൾ വീട് തരും, കാറ് തരും, പണം തരും എന്നൊക്കെ കുറേ കാര്യങ്ങൾ പറയും. എന്നിട്ട് അവസാനം ഈ വധുവിൻ്റെ വീട്ടിലെ കാരണവർ പറയും, ഈ പറഞ്ഞതല്ലാതെ മറ്റൊന്നും ഞങ്ങൾ തരില്ല. കല്യാണത്തിന് ശേഷം, കല്യാണം കഴിയുമ്പോൾ ഈ പറഞ്ഞതല്ലാതെ മറ്റൊന്നും കൊടുക്കാത്തൊരു സാഹചര്യത്തിൽ വരൻ്റെ വീട്ടുകാർ വീണ്ടും ചെന്ന് വഴക്കുണ്ടാക്കുമ്പോൾ വധുവിൻ്റെ വീട്ടിലെ കാരണവർ പറയുന്നത്, അന്നേ ഞങ്ങൾ പറഞ്ഞതല്ലേ, ഈ പറഞ്ഞതല്ലാതെ മറ്റൊന്നും ഞങ്ങൾ തരില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഇത്തവണത്തെ സംസ്ഥാനത്തെ ബഹുമാനപ്പെട്ട ധനമന്ത്രി ഇന്ന് അവതരിപ്പിച്ച ബജറ്റ് എന്ന് പറയാതിരിക്കുവാൻ DA തീർക്കുന്നത് എങ്ങനെയാണ്? 1 ഗഡു DA ആണ് പ്രഖ്യാപിച്ചത്. കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് 6 ഗഡു DA കുടിശ്ശികയുള്ളപ്പോൾ 1 ഗഡു DA പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രി റൂൾ 300 പ്രകാരം നിയമസഭയിൽ പ്രഖ്യാപിച്ചിരുന്നു കുടിശ്ശികയില്ലാതെ DA അനുവദിക്കുമെന്ന്. അതിൽ 1 ഗഡു DA ഫെബ്രുവരി മാസത്തിൽ അനുവദിക്കുമെന്ന് ബഹുമാനപ്പെട്ട ധനമന്ത്രി ഇന്ന് പ്രഖ്യാപിക്കുകയും അതിൻ്റെ ബജറ്റിൽ തുക വകയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു. 1 ഗഡു DA അനുവദിച്ചു. ഈ ബജറ്റിലൂടെ 1 ഗഡു DA കിട്ടിയതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു, സ്വീകരിക്കുന്നു. എന്നാൽ അതിനുശേഷം പറഞ്ഞിട്ടുള്ള മുഴുവൻ DA കുടിശ്ശികയും അനുവദിക്കുമെന്ന് പറഞ്ഞെടുത്ത് അതിനുള്ള ഫണ്ട് ഈ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. ഈ ഗവൺമെൻറ്റിനെ പ്രതികരിക്കുന്ന ആൾ ആ കാര്യം വ്യക്തമാക്കേണ്ടതുണ്ട്. കാരണം ഈ ബജറ്റ് പ്രൊവിഷനിൽ അത് പറയുന്നില്ല. തുക വകയിരുത്തിയ കാര്യം 1 ഗഡു DA അനുവദിച്ചതിന് മാത്രമേ തുക വകയിരുത്തിയിട്ടുള്ളൂ. മറ്റൊന്ന്, ശമ്പള കമ്മീഷനെ പ്രഖ്യാപിച്ചു. ആരാണ് കമ്മീഷൻ? എന്താണ് അതിൻ്റെ ടേംസ് ഓഫ് റെഫറൻസ്? ഈ 3 മാസത്തിനുള്ളിൽ കമ്മീഷൻ റിപ്പോർട്ട് തരണം എന്ന് പറയുന്നു. കേരളത്തിൽ ഇന്ന് വരെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയിട്ടുള്ള ഒരു കമ്മീഷനും 7 മാസത്തിൽ കുറഞ്ഞ കാലയളവിൽ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടേ ഇല്ല. മുൻകാലങ്ങളിലെ പരിശോധിച്ച് നോക്കാം. ഒരു കമ്മീഷനും കഴിഞ്ഞിട്ടില്ല. കാരണം സങ്കീർണമായ വ്യത്യസ്തമായ 100-200 വകുപ്പുകളും അതിലെ ഉപവകുപ്പുകളും ചേർന്ന് ഒരുപാട് ജീവനക്കാരുടെ സങ്കീർണമായ ഇഷ്യൂസ് പരിശോധിച്ച് കണ്ടെത്തേണ്ട ശമ്പള പരിഷ്കരണം കേവലം 3 മാസത്തിനുള്ളിൽ അതിൻ്റെ ടേംസ് ഓഫ് റെഫറൻസ് പോലും നിശ്ചയിക്കാത്തൊരു ഘട്ടത്തിൽ, ആ കമ്മീഷന് വേണ്ടി ചെലവഴിക്കാൻ ഒരു തുക നിശ്ചയിച്ചിട്ടില്ലാത്തൊരു ഘട്ടത്തിൽ, ഒരു തുക നീക്കി വെച്ചിട്ടില്ലാത്തൊരു ഘട്ടത്തിൽ, അതിന് ഓഫീസ് കണ്ടെത്താത്ത ഘട്ടത്തിൽ, ഇത് എവിടെ പ്രവർത്തിക്കുമെന്ന് പറയാത്തൊരു ഘട്ടത്തിൽ എവിടെയാണ് 3 മാസത്തിനുള്ളിൽ, പ്രത്യേകിച്ചും 3 മാസം കഴിഞ്ഞ് വരുന്നത് ഏപ്രിൽ മാസമാണ്. ഏപ്രിൽ മാസത്തിൽ കേരളത്തിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അങ്ങനെ നടക്കുമ്പോൾ ഒരു കമ്മീഷൻ ഇവിടെ പ്രവർത്തിക്കുകയും ആ കമ്മീഷൻ ഇത് പരിശോധിക്കുകയും അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കുവാനോ ജീവനക്കാരുമായി ചർച്ച ചെയ്യുവാനോ അല്ലെങ്കിൽ പൊതു സ്ഥലങ്ങളിലുള്ള ആളുകളുമായി ചർച്ച ചെയ്യുവാനോ അങ്ങനെ ഒരു ശമ്പള കമ്മീഷൻ ഉണ്ടായാൽ തന്നെ അവർക്ക് സമയം ലഭ്യമാകുമോ? അങ്ങനെ സമയം ലഭ്യമാകാത്തൊരു സാഹചര്യത്തിൽ എങ്ങനെ ആ ഒരു ശമ്പള കമ്മീഷൻ്റെ നടപടികൾ നടത്തിക്കൊണ്ടു പോകുവാൻ ഈ സർക്കാരിന് കഴിയും എന്നുള്ളത് മന്ത്രി ഇവിടെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വെറുതെ ജീവനക്കാരെ മോഹിപ്പിക്കുന്ന തരത്തിൽ ശമ്പള കമ്മീഷൻ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. എവിടെ പ്രഖ്യാപിച്ചു? തൊട്ട് മുമ്പത്തെ 11-ാം ശമ്പള പരിഷ്കരണം. മറ്റൊരു കാര്യം കൂടി നിഷാദ് ഞാൻ പറയാം. ഈ കേരള ചരിത്രത്തിൽ ശമ്പള പരിഷ്കരണം നടത്താതെ കടന്നു പോകുന്ന ഏക ഗവൺമെൻറ് ഇതാണ്. 2021 മുതൽ 26 വരെ ഭരിക്കുന്ന ഈ LDF ഗവൺമെൻറ് കാലത്ത് ഒരു ശമ്പള പരിഷ്കരണം നടപ്പിലായിട്ടില്ല എന്നുള്ളത് ഏറെ ഖേദകരമാണ്.